ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. യാഹേ അങ്ങെന്നും ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സംഗീതം. സുഭാഷിതം. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുന്നു. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായികയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു. For we are in danger of being called in question for today's uproar, there being no reason which we may give an account for this disorderly gathering. And when he had said these things, he dismissed the assembly. പൗലോസിന്റെ മിഷണറി യാത്രയിൽ അദ്ദേഹം എഫെസോസിലെത്തിയിരിക്കുന്നു. 19-ാം അധ്യായം പൗലോസിന്റെ എഫെസോസിലെ പ്രവൃത്തിയെ വിവരിക്കുന്നു. അദ്ദേഹം ഏകദേശം 3 വർഷക്കാലം എഫെസോസിൽ താമസിക്കുകയും ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യിക്കയാൽ അവിടെ വലിയ ആത്മീയ ഉണർവുണ്ടായി. അക്കാലത്തെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എഫെസോസിലെ ഡയാന ക്ഷേത്രം അഥവാ ആർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം. ഈ കാലഘട്ടത്തിൽ വെള്ളി കൊണ്ട് ആർത്തമീസ് ദേവിയുടെ രൂപങ്ങൾ ഉണ്ടാക്കി വിറ്റ് വളരെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദെമത്രിയോസിന്റെ നേതൃത്വത്തിൽ എഫെസോസിൽ ക്രിസ്തീയ മാർഗത്തിനെതിരായി ഒരു വലിയ കലഹമുണ്ടായി. ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് തിരിയുകയും വിഗ്രഹാരാധനയിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെ പൗലോസിന്റെ പ്രസംഗം അവരുടെ ഉപജീവന മാർഗത്തിന് ഭീഷണിയായി. പട്ടണം മുഴുവൻ കലഹം കൊണ്ട് നിറഞ്ഞു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഈ കലാപത്തിന് ന്യായമായ കാരണങ്ങളൊന്നുമില്ലായിരുന്നു. ജനസംഘം കലക്കത്തിലായി. മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു എന്ന് 32-ാം വാക്യത്തിൽ കാണുന്നു. സുവിശേഷം ലോകത്തെ എങ്ങനെ വേഗത്തിൽ കീഴ്മേൽ മറിച്ചു എന്നാണ് ഈ കലാപം എടുത്തു കാണിക്കുന്നത്. ഈ കലഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി പട്ടണമേനവൻ അമർത്തി പറഞ്ഞു എന്ന് 35-ാം വാക്യത്തിൽ കാണുന്നു. ഈ പട്ടണാധികാരി ക്രമസമാധാനം നിലനിർത്തേണ്ടതിന്റെയും നിയമപരമായ മാർഗങ്ങളിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത വെളിപ്പെടുത്തി കൊടുക്കുന്നു. സുവിശേഷത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. അത് ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്നതാകുന്നു. സുവിശേഷ സത്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ വൈകാരികമോ വിപ്ലവകരമോ ആയ പ്രതികരണത്തിന് പകരം സമാധാനപരമായി സംഘർഷങ്ങളും തർക്കങ്ങളും ഒഴിവാക്കി ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യതയാണ് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുവിശേഷം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. എക്കാലവും സുവിശേഷത്തിന് വെല്ലുവിളികളുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നെഴുതിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന പിശാച് എപ്പോഴും സുവിശേഷത്തിന് എതിരായി നിൽക്കുന്നു. എന്നാൽ സുവിശേഷത്തെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായ യേശു ക്രിസ്തു ആകുന്നു സുവിശേഷം. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. അതെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള പിതാവേ, സുവിശേഷത്തിൽ വിശ്വസിച്ച് ജയം പ്രാപിക്കുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇനി എന്നിൽ സ്ഥാനമില്ല,
എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ